ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുൽക്കറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് നമുക്ക് ആദ്യം തന്നെ പച്ചപ്പട്ടാണി ഉപ്പിട്ടിട്ട് നല്ലോണം ഇതുപോലെ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. ഇതിനേക്കാളും ഒന്നും കൂടി നല്ലോണം വെന്ത് കിട്ടുകയാണെങ്കിൽ അത്രയും നമുക്കൊരു ജ്യൂസി ആയിട്ട് നല്ല ഗ്രേവി പോലെ അങ്ങനെയും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു ജാറിലേക്ക് തക്കാളി, വെല്ലുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഒറ്റൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊന്ന് ചൂടായി വരും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിലേക്ക് ഒരു വെല്ലുള്ളി കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു പേസ്റ്റ് പരുവത്തിലാണ് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ജാറിൽ ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നല്ലൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇല അതും കൂടി ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടി നല്ലൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണ്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസാലകളൊക്കെ ചേർക്കുന്ന സമയത്തും ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചതൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചെടുത്ത് ഇതുപോലെ നല്ലൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കൂടി ഇതിൻ്റെ ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ അല്പം വെള്ളമുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, പച്ച സ്മെല്ല് ഒന്ന് പോയി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലുള്ള പച്ചപ്പട്ടാണിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് ഞാനൊന്ന് വേവിച്ചാൽ വെച്ചു. ഇനി വേറെ ഒരു പാനിലേക്ക് ഞാൻ അതുപോലെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ അത്രയും ഹെൽത്തിയാണ്. മുട്ടയായാലും പച്ചപ്പട്ടാണി എല്ലാം നല്ല വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ലോണം ഉടച്ച് ഇതുപോലെ നമുക്ക് മുട്ട ഒന്ന് എടുക്കാം കേട്ടോ. ചിക്കി പരത്തിയിട്ട് എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കി പരത്തിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം, നമ്മൾ അരച്ചിട്ടുള്ള പേസ്റ്റും എല്ലാം നല്ലൊന്ന് ഡ്രൈ ആയി വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള കുൽക്കറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിലേക്ക് നേരെ ചൂടോടെ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതുപോലെ കിച്ചണിൻ്റെ നമ്മൾ റെസിപ്പികളും അതുപോലെ ബ്യൂട്ടി ടിപ്സ്, ഫേസ് പാക്ക് എന്ന ഒരുപാട് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ ആര് വന്നാലും നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്താലും ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കട്ടോ. കറി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് പോലും വല്ലാതെ ഇഷ്ടമില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തത് ചിരണ്ടി എടുത്തതാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഇതിനെ മേലേക്ക് വെതിരി കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അൾട്ടിമേറ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി കുൽക്കറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കേരള, ചെന്നൈ ഇങ്ങനെ 2 സ്റ്റൈലും കൂടി ഞാനത് യോജിപ്പിച്ചുണ്ടാക്കിയതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ചെന്നൈ സ്പെഷ്യൽ ഇതേപോലെ ഒന്നും കൂടി ഗ്രേവി ഒരു കോലത്തിലാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ നല്ല അടിപൊളി കുൽക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചൂടോടെ ഒന്ന് ചായൻ്റെ ഒപ്പം കഴിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ ഒട്ടും സമയമില്ല, ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടോ.
വീഡിയോ കാണിച്ച ഉടനെ ചൂടോടെ ഞാൻ ഇത് കഴിക്കാനും കട്ടൻ ചായയും ഇതിനൊപ്പം കുടിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് താഴെ കണ്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലേ എത്ര ആൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നും കൂടി എനിക്ക് ഒന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.